നമസ്കാരം. പവർ സെന്ററിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സിവിൽ സർവീസ് പരീക്ഷയിൽ വീണ്ടും മലയാളി തിളക്കം. 2ഉം 8ഉം റാങ്കുകൾ മലയാളികൾക്ക്. 2ാം റാങ്ക് ചങ്ങനാശ്ശേരി സ്വദേശി ഡോക്ടർ രേണുരാജിന്, വൈകല്യത്തെ തോൽപ്പിച്ച ഡൽഹി സ്വദേശി ഇറ സിംഗാളിന് 1ാം റാങ്ക്. ഇടമലയാർ അതിരപ്പിള്ളി ആനവേട്ടയിൽ നടപടി. 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ആനവേട്ട തടയുന്നതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന വനം വിജിലൻസ്. അന്വേഷണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പ്രേമം സിനിമയുടെ വ്യാജപ്പതിപ്പിൽ അന്വേഷണം ശക്തം. ആന്റി പൈറസി സെൽ നടപടി തുടങ്ങി. അണിയറ പ്രവർത്തകരെ ചോദ്യം ചെയ്തു. സെൻസർ ബോർഡിൽ നിന്നും മൊഴിയെടുക്കും. സംസ്ഥാനത്ത് സ്വർണ്ണ വിൽപ്പനയിൽ കുറവ്. നികുതി സംവിധാനത്തിൽ അപാകതയെന്ന ആരോപണം. കേരളത്തിൽ വ്യാപാരം തുടരുന്ന കാര്യം പുനരാലോചിക്കുമെന്ന വ്യാപാരികൾ. ഇന്ത്യൻ വനിതാ ഹോക്കി ടീം റിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടി. നേട്ടം 35 വർഷത്തിന് ശേഷം. കോപ്പയിൽ കലാശ പോരാട്ടം പുലർച്ചെ. അർജന്റീന ചിലിയെ നേരിടും. സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 1ാം റാങ്ക് ഡൽഹി സ്വദേശി ഇറ സിംഗാളിനാണ്. 2ഉം 8ഉം റാങ്കുകൾ മലയാളികൾ നേടി. ചങ്ങനാശ്ശേരി സ്വദേശി രേണുരാജിനാണ് 2ാം റാങ്ക്. സിവിൽ സർവീസ് പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ ആദ്യ റാങ്കുകൾ കരസ്ഥമാക്കി പെൺകുട്ടികളാണ് പട്ടികയിൽ മുന്നിൽ. ആദ്യ 4 റാങ്കുകളും പെൺകുട്ടികൾക്കാണ്. ഡൽഹി സ്വദേശി ഇറ സിംഗാളിനാണ് 1ാം റാങ്ക്. കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ് ജീവനക്കാരിയാണ് ഇറ. മലയാളികളും ഇത്തവണത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ അഭിമാന നേട്ടമാണ് കൊയ്തത്. ആദ്യ 50 റാങ്കുകളിൽ 5 എണ്ണം മലയാളികൾ നേടി. ചങ്ങനാശ്ശേരി സ്വദേശി രേണുരാജിനാണ് 2ാം റാങ്ക്. ആദ്യ ശ്രമത്തിൽ തന്നെ നേടിയ ഉജ്ജ്വല വിജയം രേണുവിന്റെ നേട്ടത്തിന്റെ മാറ്റു കൂട്ടുന്നു. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുമെന്ന് ഉറപ്പുണ്ടായിരുന്നുവെന്നും 2ാം റാങ്ക് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും രേണു പറഞ്ഞു. സെക്കൻഡ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇങ്ങനെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞപ്പോഴും ഞാൻ തന്നെ ആയിരിക്കില്ല, ഒന്നും കൂടി നോക്കാന്ന് പറഞ്ഞ് ഞാൻ റോൾ നമ്പറൊക്കെ പറഞ്ഞു കൊടുത്ത് പിന്നെ നോക്കിപ്പിച്ച് കൺഫേം ചെയ്യുമായിരുന്നു. കൊല്ലം കല്ലുവാതുക്കല്ലെ ESI ആശുപത്രിയിൽ ഡോക്ടറാണ് രേണുരാജ്. 8ാം റാങ്ക് നേടിയ നിതീഷ്, 32ാം റാങ്ക് നേടിയ മെയ്സി രമ്യ, 34ാം റാങ്ക് നേടിയ അരുൺ രാജ്, 40ാം റാങ്ക് നേടിയ ആശ അജിത്, 47ാം റാങ്ക് നേടിയ പ്രശാന്ത് എന്നിവരാണ് ആദ്യ 50-ലെ മലയാളികൾ. മൊത്തം 34 മലയാളികളാണ് പട്ടികയിൽ ഇടം പിടിച്ചത്. 3ാം റാങ്ക് നിധി ഗുപ്തയ്ക്കും 4ാം റാങ്ക് വന്ദന റാവുവിനുമാണ് ലഭിച്ചത്. 1236 പേരുടെ പട്ടികയാണ് നിയമനത്തിനായി UPSC ശുപാർശ ചെയ്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് TV ന്യൂ. വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ വെങ്കിട്ടരാമൻ, ഒപ്പം ഡോക്ടർ TP സേതുമാധവൻ എന്നിവർ ആണ് ചർച്ചയിൽ പങ്കുചേരുന്നത്. 2ാം റാങ്കുകാരി ഡോക്ടർ രേണുരാജ് അല്പസമയത്തിനകം തിരുവനന്തപുരം സ്റ്റുഡിയോയിലും തത്സമയം ചർച്ചയിൽ പങ്കുചേരും. ഡോക്ടർ വെങ്കിട്ടരാമൻ, 2014-ലെ സിവിൽ സർവീസ് പരീക്ഷാഫലം പുറത്തു വരുമ്പോൾ 2ാം റാങ്ക് ഡോക്ടർ രേണുരാജ് കരസ്ഥമാക്കിയിരിക്കുന്നു. 8ാം റാങ്ക് നിതീഷ്, 34, 40 ഉൾപ്പെടെ മലയാള തിളക്കം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എത്രത്തോളം അഭിമാനകരമായ നേട്ടമാണ് മലയാളികൾ കൈവരിച്ചിരിക്കുന്നത്? വളരെ വളരെ അഭിമാനകരമാണ്. ഇതിൽ പറയുന്ന 1-2 കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ഒരു 3-4 കൊല്ലത്തെ സ്റ്റാറ്റിക്സ് നോക്കുകയാണെങ്കിൽ ഈ IAS റാങ്ക് നേടുന്നതിൽ കേരളം വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 9 കൊല്ലത്തെ സ്റ്റാറ്റിക്സ് നോക്കുകയാണെങ്കിൽ 2005-ലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു IAS ആദ്യത്തെ 100 റാങ്കിൽ ഒരാളായിരുന്നു. 2006 വന്നപ്പോൾ അത് 3ആയി. 8 വീണ്ടും 1ആയി. അത് 2009 വന്നപ്പോൾ 3 പേരായിരുന്നു. 10, 11, 12, 13, 14 കഴിഞ്ഞ 4 കാലത്തെ സമയം നോക്കുകയാണെങ്കിൽ ഒരു 7, 6, 7 എന്ന് പറഞ്ഞ റാങ്കിലെത്തി ആൾക്കാർ 100 റാങ്കിൽ വരുന്നു. ഈ 100 റാങ്ക് എന്ന് പറഞ്ഞാൽ IAS വളരെ പ്രസക്തിയായിട്ടുള്ള കാര്യങ്ങളാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇന്നത്തെ ഈ സെലക്ഷൻ്റെ 1364 പേർക്കാണ് ഈ IASൻ്റെ അലോട്ട്മെൻറ്റ് വന്നത്. IAS അല്ല, സിവിൽ സർവീസ് അലോട്ട്മെൻറ്റ് വന്നേക്കുന്നത്. അതിൽ IAS റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ കൊടുക്കുന്ന അലോട്ട്മെൻറ്റ് കൊടുത്തേക്കുന്നത് 200 ചില്ലാൻ ആൾക്കാർക്കാണ്. സാധാരണ ഈ IAS എന്ന് പറഞ്ഞ പദവി കൊടുക്കുന്നത് 100 മുതൽ 150 പേർക്കാണ്. അപ്പോൾ ആദ്യത്തെ 10 റാങ്കിൽ എത്ര പേര് വരുന്നു എന്ന് വളരെ പ്രസക്തിയാണ്. അവരാണ് IAS അല്ലെങ്കിൽ IFS IPS ഓഫീസേഴ്സിൻ്റെ അതായത് സ്റ്റേറ്റിൽ വരുന്നത്. അപ്പോൾ ഈ 100 റാങ്ക് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇത്തവണ നമുക്ക് കിട്ടിയേക്കണം 6ആണ്. 2013 എൻ്റെ ഒരു റഫായിട്ടുള്ള കണക്കിൽ നമുക്ക് 6 കിട്ടി. 2012 8 കിട്ടി. ഇതിപ്പോൾ നമ്മൾ കേരളം ടാർഗറ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ് നമ്മൾ ഡബിൾ ഡിജിറ്റിൽ എത്തുക എന്നാണ്. റൈറ്റ്. ഏത് കൊല്ലമായിരിക്കും നമുക്ക് 10 റാങ്ക് കിട്ടുക, ആദ്യത്തെ 100 റാങ്കിൽ 10 റാങ്ക് കിട്ടുക. അതിൻ്റെ ഒരു ട്രെൻഡ് സെറ്റർ തന്നെയുണ്ട്. അപ്പോൾ ഗ്രാഫിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 8 കൊല്ലം 10 കൊല്ലത്തെ നമ്മുടെ ഈ ഫസ്റ്റ് 100 റാങ്ക്സിൽ ഒരു 10ൻ്റെ അടുത്തേക്ക് എത്താവുന്ന എണ്ണം വരെ റാങ്ക് കൂടി വരികയാണ്. ഇത് സ്റ്റേറ്റിനും നമ്മളെ സംബന്ധിച്ചോളം ഇവിടുത്തെ കുട്ടികൾക്കും പ്രിപ്പയർ ചെയ്യുന്ന പല ആൾക്കാർക്കും വലിയൊരു കോൺഫിഡൻസ് ബൂസ്റ്ററായിട്ടാണ് ഞാൻ കാണുന്നത്. റൈറ്റ്. ഡോക്ടർ സേതുമാധവൻ, വളരെ മികച്ച നേട്ടം എന്ന് തന്നെയാണ് ഡോക്ടർ വെങ്കിട്ടരാമൻ അഭിപ്രായപ്പെടുന്നത്. താങ്കളുടെ അഭിപ്രായത്തിൽ
എത്രത്തോളം മികച്ച പ്രകടനമാണ് കേരളത്തിൽ നിന്നുള്ളവർ കാഴ്ചവെക്കുന്നത്? അത് ഞാൻ ഡോക്ടർ രേണുവിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ വളരെ ഫോക്കസ്ഡ് ആയ പഠനം തന്നെയാണ് ഇതിന് തെളിവായിട്ട് കാണുന്നത്. വെങ്കിട്ടരാമൻ സാർ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ 4-5 വർഷം തൊട്ട് ഇങ്ങോട്ട് കേരളം ദേശീയ മത്സര പരീക്ഷയിൽ വളരെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ വിജയം തന്നെയാണ് സിവിൽ സർവീസസിനെയും കണ്ടുവരുന്നത്. മാത്രമല്ല, കേരളം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ 1% മാത്രമേ ഉള്ളൂ. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കുത്തകയായിരുന്ന വിജയം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളം കൂടുതൽ കൈവരിക്കുന്നു എന്നുള്ളത് വളരെയേറെ അഭിമാനകരമാണ്. മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ രംഗത്തും കേരളത്തിലുള്ള മാറ്റങ്ങൾ, അതുപോലെ മലയാളിയുടെ ഫോക്കസ്ഡ് ആയ പഠനം, അതുപോലെ രക്ഷിതാക്കളുടെ പ്രേരണ, സിവിൽ സർവീസസിന് കൂടുതലുള്ള കോച്ചിങ് കേന്ദ്രങ്ങൾ, ഇതൊക്കെ ഈ രംഗത്ത് വിദ്യാർത്ഥികളെ മുന്നേറാൻ വളരെയേറെ പ്രേരിപ്പിച്ചു വരുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇത് വളരെ അഭിമാനാർഹമായ ഒരു വിജയമാണ്. ഇതൊരു വിജയ തിളക്കമാണ്. ഇതുമായിട്ട് മാത്രമല്ല ഞാൻ കാണുന്നത്. ഞാൻ IAS, IPS, IFS മാത്രമായിട്ടല്ല കാണുന്നത്. മൊത്തം സെലക്ഷനിൽ ദേശീയ സിവിൽ സർവീസസ് പരീക്ഷയിൽ പല തലങ്ങളിലുള്ള കേഡറുകളിലേക്കും മലയാളികൾ എത്തപ്പെടുന്നു എന്നുള്ളതിന്റെ വളരെ അഭിമാനകരമായ നേട്ടമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. തന്നെ ഒരു നേരത്തെ കണക്കുകൾ പ്രകാരം പറയുന്നുണ്ട്. അപ്പോഴും നമ്മൾ ഈ ഡബിൾ ഡിജിറ്റിലേക്ക് എത്തുന്നില്ല എന്ന പോരായ്മയും നിലനിൽക്കുന്നു. എന്തായിരിക്കാം അതിന് കാരണം? എൻ്റെ അഭിപ്രായത്തിൽ ഈ ഡബിൾ ഡിജിറ്റ് എത്തിക്കാൻ അധികം കാലങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിൽ പല ഫാക്ടേഴ്സ് നമ്മൾ സ്റ്റഡി ചെയ്യണം. ഡൽഹിയിൽ നിന്ന് സിവിൽ സർവീസ് കിട്ടുക, ബീഹാറിൽ നിന്ന് സിവിൽ സർവീസ് കിട്ടുക, ചെന്നൈയിൽ നിന്ന് സിവിൽ സർവീസ്. ഈ സിവിൽ സർവീസ് എന്ന് പറഞ്ഞ IASഉം IPSഉം ബന്ധപ്പെട്ട സിവിൽ സർവീസ് സക്സീഡ് ചെയ്യണമെങ്കിൽ ബ്രീഡിംഗ് ഗ്രൗണ്ട്സ് വേണം. നമുക്ക് ഈ സിവിൽ സർവീസ് കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങൾ എന്താണ്? ഒന്നാമത്തെ ഘടകമായിട്ട് പറഞ്ഞത് ബ്രീഡിംഗ് ഗ്രൗണ്ട്സ് ആണ്. ഇപ്പോൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്, ആന്ധ്രാപ്രദേശിൽ സിവിൽ സർവീസ് കിട്ടുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സിവിൽ സർവീസ് കിട്ടുന്നത്. നമുക്ക് നമ്മുടെ കേരളത്തിൽ ഈ ചെറിയൊരു സ്റ്റേറ്റിൽ എന്തോരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, എത്ര സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, എത്ര IITകളുണ്ട്. ശരിക്കും IIT, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ഇങ്ങനെ നാഷണൽ യൂണിവേഴ്സിറ്റീസാണ് കുട്ടികൾ സിവിൽ സർവീസ് പാസ്സായി പോണത്. ഇങ്ങനെ ഒരു ബ്രീഡിംഗ് ഗ്രൗണ്ട്സും ഇല്ലാണ്ടാണ് നമ്മുടെ 6, 7 ഒക്കെ വിൻ ചെയ്യണത്. ഇത് ശരിക്കും പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചോളം ഒരു സിവിൽ സർവീസിന് പ്രൊമോട്ട് ചെയ്യാവുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസോ ബന്ധപ്പെട്ടോ കാര്യങ്ങളോ ഇല്ലാണ്ട് തന്നെ 100 ടോപ്പ് കിട്ടുക വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയൊരു സക്സസ് ഒന്നുമല്ല. നമ്മൾ വെറും 6 ഈ 6 എങ്ങനെ കിട്ടി? ഈ 6 എന്ന് വെച്ചാൽ ഈ 6 ശരിക്കും കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളുടെ അത്രയും അധ്വാനം കൊണ്ട് കിട്ടുന്നത്. അവർക്ക് ഒരു ഫെസിലിറ്റീസ് പറഞ്ഞാൽ ഗവൺമെൻറ് ഫെസിലിറ്റീസ് കൊടുക്കണമെന്നും അക്കാഡമി വരുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. അതുകൂടാണ്ട് ശരിക്കും സിവിൽ സർവീസ് കിട്ടാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം. അങ്ങനെ നമുക്ക് എണ്ണിപ്പൊറുക്കാവുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും തന്നെ കേരളത്തില്ല പറയാം. ബാക്കി എല്ലാ സ്റ്റേറ്റിലും എൻ്റെ എണ്ണങ്ങൾ കൂടുതലാണ്. IIT എന്ന് ഹെഡ് ചെയ്യുന്ന കുറേ ആൾക്കാരും സിവിൽ സർവീസിൽ പോകുന്നുണ്ട്. ഇവിടെ നമുക്കതൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഈ 6 എണ്ണം വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ് നമ്മൾ 6 എണ്ണം സക്സീഡ് ചെയ്യണത് വളരെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള വലിയൊരു നേട്ടമായിട്ട് നമ്മൾ കാണണം. ഇങ്ങനെ പോവുകയാണ്, ഈ ട്രെൻഡ് സെറ്റർ പോവുകയാണെങ്കിൽ ഗ്രാഫിക്കലായിട്ട് ഞാൻ പറഞ്ഞില്ലേ 2005 ഒരാളായിരുന്നു 1100 വന്നത്. ഇപ്പോൾ നമുക്ക് 8ഉം 2012 8 പേര് സക്സീഡ് ചെയ്തു 1100. ഒന്നാമത്തെ റാങ്കും 2ാമത്തെ റാങ്കും 4ാമത്തെ റാങ്കും ഇവിടെ ആയിരുന്നു കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം. ഇപ്പോൾ 6 പേര് സക്സീഡ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ താമസമൊന്നുമില്ല, അടുത്ത കൊല്ലം നമ്മൾ 10 ഡിജിറ്റിലോട്ട് എത്തും. റൈറ്റ്. ശ്രീ ഡോക്ടർ TP സേതുമാധവൻ, ഇവിടെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ലഭിക്കുന്ന ഈ ഉയർന്ന റാങ്കുകൾ അത് യഥാർത്ഥത്തിൽ ആ മത്സരാർത്ഥിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. സ്വന്തം കഴിവുകൊണ്ട് മാത്രമാണ് ഇത്രയും മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോലെയുള്ള സംവിധാനങ്ങൾ കൂടി കടന്നു വരികയാണെങ്കിൽ ആദ്യത്തെ 100-ൽ കൂടുതൽ മലയാളികൾക്ക് ഇടം പിടിക്കാൻ സാധിക്കുമെന്ന് താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ? അല്ല, ഞാനൊരു കാര്യം ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത്, കഴിഞ്ഞ 5-6 വർഷത്തിനുള്ളിൽ കേരളത്തിൽ വലിയൊരു മാറ്റം പ്രകടമാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷത്തില് വെങ്കിട്ടരാമൻ സാറിന്റെ മകൻ തന്നെയാണ് 2ാം റാങ്ക് ലഭിച്ചിരിക്കുന്നത്. അത് ഒരു കാര്യം വളരെ പ്രസക്തമാണ്. അത് ഇന്ന് നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ, ഈവൻ മലപ്പുറം ജില്ലയിലും പല ജില്ലകളിലും നമ്മൾ പോകുമ്പോൾ സിവിൽ സർവീസസിനായിട്ട് വിദ്യാർത്ഥികളെ പ്രൂൺ ചെയ്യുന്ന നിരവധി മോട്ടിവേഷൻ ക്ലാസ്സുകളും അതുപോലെ IAS അക്കാഡമികളും ദേശീയ തലത്തിലെ പോലെ തന്നെ ജില്ലാ തലങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ പാലയിലുള്ള IAS അക്കാഡമി, തിരുവനന്തപുരത്തുള്ള IAS അക്കാഡമി, ഇപ്പൊ NSSന്റെ നേതൃത്വത്തിലുള്ള IAS അക്കാഡമി, SNDPയുടെ നേതൃത്വത്തിലുള്ള IAS അക്കാഡമി, MESന്റെ നേതൃത്വത്തിൽ വരാൻ പോകുന്ന IAS അക്കാഡമി, ഇതൊക്കെ ഒരു വിഭാഗം വിദ്യാർത്ഥികളെ പ്രൂൺ ചെയ്ത് സിവിൽ സർവീസസിനെ തയ്യാറാക്കാനുള്ള ഒരു ശ്രമമാണ്. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ജോയിന്റ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ നോക്കിയപ്പോൾ 11.2% വിദ്യാർത്ഥികൾ കേരളത്തില് വിജയിച്ചത് CBSE സിലബസിൽ നിന്നായിരുന്നു. സംസ്ഥാന സിലബസിലെ വിദ്യാർത്ഥികൾ കുറെ തഴയപ്പെട്ടിട്ടുണ്ട്.
ഈ സംസ്ഥാന സിലബസിലെ വിദ്യാർത്ഥികളാണോ ഇത്തവണത്തെ മുഖ്യധാരയിൽ വന്ന് നമ്മൾ വിശകലനം ചെയ്യണം. അത് എനിക്ക് നോക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് പല തട്ടിലും സ്കൂൾ തലം തൊട്ടിൽ സിവിൽ സർവീസസിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് നടത്തിക്കൊണ്ടുണ്ട്. വെങ്കിട്ടരാമൻ സാറ് പറഞ്ഞ പോലെ ദേശീയ തലത്തിലുള്ള സ്ഥാപനങ്ങൾ കുറച്ച് കുറവായിരിക്കാം. ആന്ധ്രയെ പോലെയോ തെലങ്കാനയെ പോലെയുള്ള സ്ഥാപനങ്ങൾ നമുക്ക് കുറവായിരിക്കാം. പക്ഷേ കോളേജ് തലത്തിലും അതുപോലെ സ്കൂൾ തലത്തിലും ഇതിനുള്ളൊരു അവയർനെസ് വളരെ ശക്തമായി പിന്നോക്ക ജില്ലകളിൽ പോലും ഉണ്ട് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പല വിദ്യാർത്ഥികളും വളരെ നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ സയൻസിന് ശേഷം എക്കണോമിക്സിലും അതുപോലെ ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ സയൻസും ഒക്കെ BA ഒക്കെ എടുത്തിട്ട് സിവിൽ സർവീസിന് വളരെ ശക്തിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, വിദ്യാർത്ഥികൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇപ്പൊ ഡിഗ്രി പഠനം എന്നത് ഡിഗ്രി മാത്രം ലഭിക്കാനുള്ള ഒരു ചവിട്ടുപടിയല്ല അവർ കാണുന്നത്. ചിലർ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇത്തവണ തന്നെ ഒരു +2 കഴിഞ്ഞിട്ട് സയൻസിൽ 100 എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ ഒരു വിദ്യാർത്ഥി പറഞ്ഞു, എനിക്ക് എൻട്രൻസ് കോച്ചിങ്ങിന് ഒന്നും പോകണ്ട, എനിക്ക് സിവിൽ സർവീസസ് പഠിക്കണം, എനിക്ക് എക്കണോമിക്സ് എടുത്ത് BAക്ക് പഠിക്കണം, BAക്ക് എക്കണോമിക്സ് എടുത്ത് ജോയിൻ ചെയ്യാൻ പോയത്. അപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സിവിൽ സർവീസസ് എന്ന മോഹം പണ്ടത്തെ പോലെയല്ല. ഇതിപ്പോഴേ പഠിച്ചാൽ വളരെ ഫോക്കസ്ഡായി പഠിച്ചാൽ കിട്ടും എന്നുള്ളൊരു ബോധ്യം ഇവർക്ക് വന്നിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കേരളം ഈ അർത്ഥത്തിൽ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ശ്രമത്തിന് എനിക്ക് തോന്നി വളരെ സ്കൂൾ തലത്തിൽ തൊട്ടുള്ള ഈ അവയർനെസ് വരുന്നതോട് കൂടിയിട്ട് വിദ്യാർത്ഥികൾ നന്നായിട്ട് പത്രം വായിക്കാൻ തുടങ്ങുന്നുണ്ട്. ആ ഒരു മാറ്റത്തെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല. റൈറ്റ്. ഡോക്ടർ വെങ്കിട്ടരാമൻ, 2012 നേരത്തെ സൂചിപ്പിച്ച പോലെ 1ഉം 2ഉം റാങ്കുകൾ അടക്കം വലിയ നേട്ടം തന്നെയാണ് മലയാളികൾ കാഴ്ചവെച്ചിരുന്നത്. 8 റാങ്കുകൾ ഉണ്ടായിരുന്നു. ഇവിടെ ഈ IAS അല്ലെങ്കിൽ IPS പദവിയിലേക്ക് എത്തുക എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വലിയ ആശങ്കകളും സംശയങ്ങളും ഒക്കെ ഉണ്ട്. സാധാരണക്കാരോട് ചോദിച്ചാൽ ഒരുപക്ഷെ മക്കളെ ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം എന്ന് പറയുന്നുണ്ടെങ്കിലും IAS എന്ന വലിയ സ്വപ്നത്തിലേക്കൊക്കെ അധികം ആളുകൾ കടന്നു ചെല്ലുന്നില്ല. യഥാർത്ഥത്തിൽ വളരെ ചെറുപ്പം മുതൽ അക്കാഡമിക് തലത്തിൽ ഒരു പരിശീലനം ഇല്ലാതെ ഈ കടമ്പ, സിവിൽ സർവീസ് എന്ന കടമ്പ കടക്കുക പ്രയാസകരമാണോ? ഇതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻസ് 2 രീതിയിലാണ്. ചില ആൾക്കാർ പെർവ് ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 10ാം ക്ലാസ് പോലും സിവിൽ സർവീസ് നല്ലൊരു പ്രിപ്പറേഷൻ വേണമെന്ന് പറയുന്നുണ്ട്. തെറ്റൊന്നുമില്ല. ഒരു സ്കൂൾ ഓഫ് തോട്ട് പറഞ്ഞാൽ 10ാം ക്ലാസ്സിലൊന്നും ആവശ്യമില്ല, അവസാനത്തെ 2-3 കൊല്ലം പ്രിപ്പയർ ചെയ്താൽ മതി. 2 രീതിയിലും കാണുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ആ കാൻഡിഡേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും സിവിൽ സർവീസ് എടുക്കാത്തത് വലിയൊരു കടമ്പയായിട്ട് കണ്ടിട്ടാണ്. സിവിൽ സർവീസ് UPSCയുടെ സൈറ്റിൽ പോയാൽ നമുക്കറിയാം, സിവിൽ സർവീസ് ടോപ്പർ എന്ന് പറഞ്ഞ ആൾക്ക് ഒരു 58-61% മാർക്കേ ആൾ സ്കോർ ചെയ്യണുള്ളൂ. ഈ 100-ൽ 61 അല്ലെങ്കിൽ 58% മാർക്ക് മേടിച്ചാലും സിവിൽ സർവീസ് ടോപ്പറാകണം. നമുക്ക് ഈ പരീക്ഷ ബാക്കി പരീക്ഷയായിട്ട് കമ്പയർ ചെയ്യാം. +2ൻ്റെ എക്സാമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിഗ്രി എക്സാമോ. ഈ +2നും ഡിഗ്രിയൊക്കെ 92% മേടിക്കുന്ന കുട്ടികളാണ് നമ്മൾ കേരളത്തിലുള്ളത്. അപ്പോൾ ഇവർക്കിത് അറിയാഞ്ഞിട്ടാണ്. അപ്പോൾ ഈ സാധാരണ ഒരു 60% മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ സിവിൽ സർവീസ് ശരിക്കും പറഞ്ഞാൽ ഒരു ആവറേജ് അല്ല എബോവ് ആവറേജ് സ്റ്റുഡൻറ്റ് നന്നായിട്ട് പ്രയത്നിച്ചാൽ കിട്ടും. അതിന് ഹൈ ഇൻ്റലിജൻ്റ് ആയിരിക്കണം, IIT പ്രോഡക്റ്റ് ആയിരിക്കണം ആവശ്യമൊന്നുമില്ല. ഇതിന് ചെറിയൊരു ഉദാഹരണം പറഞ്ഞു വെച്ചാൽ, പല ആൾക്കാരും സിവിൽ സർവീസ് ചെയ്താൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞാൽ നമുക്ക് കിട്ടൂല എന്നാണ്. ഈ പാമ്പ് കടിയേറ്റ് മരിക്കുന്നത് 90% ആൾക്കാർ ഈ പാമ്പിൻ്റെ പേടി കൊണ്ടാണ്, വിഷം കൊണ്ടല്ല. സിവിൽ സർവീസ് കിട്ടാത്തത് സിവിൽ സർവീസ് കിട്ടാൻ വേണ്ടി എഴുതാത്തതുകൊണ്ടാണ്. സിവിൽ സർവീസ് കിട്ടില്ല എന്നൊരു ആറ്റിറ്റ്യൂഡാണ്. ഈ ആറ്റിറ്റ്യൂഡിന് ഭയങ്കരമായിട്ട് ട്രെൻഡ് സെറ്റർ വരും. കഴിഞ്ഞ 3 കൊല്ലത്തെ സംഭവങ്ങൾ നോക്കിയാൽ മറ്റേ സ്പീക്കർ പറഞ്ഞ മാതിരി ഈ സിവിൽ സർവീസ് പ്രൊമോട്ട് ചെയ്യുന്ന അക്കാഡമികളുടെ എണ്ണം ശരിക്കും കൂടി വരികയാണ് കേരളത്തിൽ. ഇപ്പോൾ 10-35 അക്കാഡമികളുണ്ട് ഈ സിവിൽ സർവീസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. ഇത് കൂടാണ്ട് ഈ കുട്ടികളുടെ ഫോട്ടോഗ്രാഫും 100-6 പേര് വരിക, ഇതൊക്കെ താഴെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കോൺഫിഡൻസ് കൂടും. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെ നോക്കുകയാണെങ്കിൽ ഒരു 10-12 പിയർ ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ സിവിൽ സർവീസ് സക്സീഡ് ചെയ്യാൻ ഒരൊറ്റ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല പിയർ ഗ്രൂപ്പ്സ് വേണം. അത് ഷെയറിംഗ് ഓഫ് നോളജാണ്. 360 ഡിഗ്രി നോളജ് അക്വിസിഷനാണ്. ഒരാളെ കൊണ്ട്, ഒരു കാൻഡിഡേറ്റ് കൊണ്ട് ഇത് മുഴുവൻ വായിച്ചെടുത്ത് പഠിക്കാൻ പറ്റില്ല. 4-5 ആൾക്കാർ ഇതിനു വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ഡൈനാമിക്സിൽ സക്സീഡ് ആകാൻ. അങ്ങനെ പല ഗ്രൂപ്പുകളും ട്രിവാൻഡ്രത്തും പല ഭാഗങ്ങളും നടക്കുന്നുണ്ട്. അതിനാണ് സക്സസ്ഫുൾ ആകുന്നത്. നമുക്ക് ഡോക്ടർ രേണുരാജ് തന്നെ തത്സമയം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്നും ചേരുകയാണ്. ഡോക്ടർ രേണുരാജ്, ആദ്യം തന്നെ ഇത്രമേൽ മികച്ച ഒരു വിജയം കൈവരിച്ചതിൽ TV ന്യൂവിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചു കൊള്ളട്ടെ. നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഏതാണ്ട് 4 ദിവസത്തിനകം തന്നെ റിസൾട്ട് വന്നു എന്നാണ് അറിയുന്ന വിവരങ്ങൾ. പരീക്ഷ എഴുതിയപ്പോൾ അതിൻ്റെ പ്രിലിമിനറി ഉണ്ടായിരുന്നു, മെയിൻ ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂ കഴിഞ്ഞിരുന്നു. അതിനുശേഷം സ്വന്തമായി ഒരു വിലയിരുത്തൽ നടത്തിയിരുന്നോ? ഏത് റാങ്ക് പ്രതീക്ഷിച്ചിരുന്നു? യഥാർത്ഥത്തിൽ എൻ്റെ ഇൻ്റർവ്യൂ മെയ്യിലായിരുന്നു, May 14-നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഓൾമോസ്റ്റ് ഒരു 1.5 മാസം കഴിഞ്ഞു. മെയിൻസ് എക്സാം അത്യാവശ്യം നന്നായി എഴുതിയെന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തിയിരുന്നത്. ഇൻ്റർവ്യൂ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നത്. അതുകൊണ്ട് തന്നെ
എത്രത്തോളം അത് വിജയകരമായി എന്നുള്ളതിനെ പറ്റി എനിക്ക് അത്ര ഉറപ്പില്ലായിരുന്നു. എങ്കിലും മോശമില്ലാത്ത രീതിയിൽ ഇൻ്റർവ്യൂവിന് ചെയ്തു എന്ന് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം. എങ്കിലും IAS ആയിരുന്നു എൻ്റെ പ്രിഫറൻസ്. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇനി റാങ്ക് ലിസ്റ്റിൽ ഒരു ലോവർ റാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ IASന് വേണ്ടി ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ കരുതിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ 2015 സിവിൽ സർവീസ് എക്സാമിന് അപ്ലൈ ചെയ്തു. എന്തായാലും ആദ്യ റാങ്കുകൾ വരുമെന്ന് അത്രയ്ക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല. സെക്കൻഡ് റാങ്ക് ശരിക്കും ഒരു സർപ്രൈസ് തന്നെ ആയിരുന്നു. റൈറ്റ്. ഡോക്ടർ വെങ്കിട്ടരാമൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഒരുപക്ഷെ ഈ സിംഗിളായിരുന്നു പഠിക്കുന്നതിനപ്പുറം ഒരു ഗ്രൂപ്പായി പഠിക്കുക, അത്തരത്തിൽ ഒരു പ്രയത്നത്തിലേക്കൊക്കെ പോയാൽ വളരെ പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒന്നാണ് സിവിൽ സർവീസ് എന്നാണ്. എന്തായിരുന്നു ഡോക്ടർ രേണുവിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഏത് രീതിയിലായിരുന്നു പഠനം മുന്നോട്ട് കൊണ്ടുപോയത്? എന്നെ സംബന്ധിച്ച് ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഞാൻ MBBS പഠിച്ചതും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ്. ഞാൻ സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 1 വർഷം ആവുന്നതേ ഉള്ളൂ. ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നത് ഒരു ആവറേജ് ലെവലിൽ പഠിക്കാൻ കഴിവുള്ള ഒരു കുട്ടിക്ക് ഈ എക്സാമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഇതിലൊരു കൺസിസ്റ്റൻ്റ് ആയിരിക്കണം നമ്മുടെ സ്റ്റഡീസ്. കാരണം പ്രിലിംസ് മുതൽ ഇൻ്റർവ്യൂ വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം 1 വർഷത്തോളം നീളുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടാതെ ഫോക്കസ്ഡായി ഉള്ള ഒരു പഠനം, അത് പഠിക്കുന്ന കാര്യങ്ങൾ ഇൻഡെപ്തിലും അനലിറ്റിക്കലായിട്ടും പഠിക്കുന്ന ആ രീതിയിലുള്ള ഒരു പഠനം നടത്തുകയാണെങ്കിൽ ഒരു ആവറേജ് ലെവൽ ഇൻ്റലിജൻസ് ഉള്ള ഒരു കുട്ടിക്ക് ഒപ്പം ദൈവാധീനവും ഫാമിലിയുടെ സപ്പോർട്ടും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് സിവിൽ സർവീസ് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന് മാത്രമല്ല, പെൺകുട്ടികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഞാൻ ഒരു വിവാഹിതയായ പെൺകുട്ടിയാണ്. അങ്ങനെയുള്ളവർ സിവിൽ സർവീസിലേക്ക് കടന്നു വരുന്നത് വളരെ കുറവായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു സപ്പോർട്ടീവായ ഒരു ഫാമിലി ഉണ്ടെങ്കിൽ തീർച്ചയായും വളരെ ഫോക്കസ്ഡ് ആയ ഒരു സ്റ്റഡിയിലൂടെ ആർക്കും എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു മേഖല തന്നെയാണ്, സാധാരണക്കാരൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന ഒരു മേഖല തന്നെയാണ് സിവിൽ സർവീസ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ രേണു, ഇപ്പോൾ ഈ 1 വർഷം ആണ് യഥാർത്ഥത്തിൽ ഇതിനു വേണ്ടി പ്രയത്നിച്ചത്, സിവിൽ സർവീസിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തത്, അധ്വാനിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ ഈ ജോലിയിൽ നിന്ന് മാറി നിന്ന് 1 വർഷം പൂർണ്ണമായും ഇതിനു വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. ഒരു വർഷം പൂർണ്ണമായി ഞാൻ ഇതിനു വേണ്ടി മാറ്റിവെച്ചു എന്ന് പറയാൻ കഴിയില്ല. കാരണം ഞാൻ എൻ്റെ മെയിൻസ് എക്സാം കഴിയുന്നത് വരെ ഫുൾ ടൈം പഠിത്തത്തിൽ തന്നെ ആയിരുന്നു. എന്നാൽ അതിനുശേഷം ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുമ്പോഴും മറ്റും ജോലിയിൽ നിന്ന് അവധി എടുത്തിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനൊക്കെ നടത്തിയിരുന്നത്. സിവിൽ സർവീസിനെ പറ്റി പൊതുവായുള്ളൊരു ധാരണ സൂര്യന് കീഴെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, അതിൽ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മനസ്സിലാക്കാൻ സാധിച്ചാലും അതിനെ ഒരു അനലിറ്റിക്കലായ രീതിയിൽ കാണാനും പഠിക്കാനും സാധിച്ചാലും അത് മതിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് തയ്യാറെടുക്കുമ്പോൾ പ്രധാന വിഷയം, മെയിൻ സബ്ജക്റ്റ് ഏതായിരുന്നു? ഞാൻ മലയാളം ലിറ്ററേച്ചറാണ് എൻ്റെ ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് തിരഞ്ഞെടുത്തിരുന്നത്. റൈറ്റ്. അതോടൊപ്പം താങ്കൾ തന്നെ സൂചിപ്പിച്ചു, സാധാരണ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഡോക്ടർ ആയതുപോലും സർക്കാർ മെഡിക്കൽ കോളേജിൽ പഠിച്ചതിന് ശേഷമാണ് എന്ന്. ചെറുപ്പത്തിൽ ഒരു സ്വപ്നം എന്നത് ഡോക്ടർ ആവുക എന്നുള്ളതായിരുന്നോ? അതിനുശേഷം, അതായത് ഈ ഡോക്ടറിലേക്ക് എത്തിയതിന് ശേഷമാണോ കുറച്ചുകൂടി ഉയർന്ന തലത്തിലേക്ക് ചിന്തിച്ചു തുടങ്ങിയത്? ചെറുപ്പത്തിൽ എൻ്റെ സ്കൂൾ കാലഘട്ടം മുതൽ എൻ്റെ ആഗ്രഹം ഒരു സിവിൽ സർവൻ്റ് ആവുക എന്നുള്ളത് തന്നെയായിരുന്നു. എന്നാൽ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു കരിയർ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാനൊരു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യാനുള്ള കാരണം അതാണ്. അങ്ങനെയാണ് ഞാൻ MBBS പഠിച്ചത്. ഈ MBBS പഠിച്ചതൊരു ഗവൺമെൻറ് കോളേജിലായതുകൊണ്ട് തന്നെ ആ സമയത്ത് ധാരാളം ആൾക്കാരുമായി പരിചയപ്പെടാനും സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള ആൾക്കാരുമായി ഇടപഴകാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് പിന്നീട് എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്ന അങ്ങനെ ഒരു മോഹം വീണ്ടും പൊടിതട്ടിയെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായത്. അതിനോടൊപ്പം തന്നെ എൻ്റെ മാതാപിതാക്കളും അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇങ്ങനൊരു ആഗ്രഹം രണ്ടാമതും ഉണ്ടായപ്പോൾ. അപ്പോൾ ഈ മെഡിക്കൽ വിദ്യാഭ്യാസം തീർച്ചയായിട്ടും ഇങ്ങനൊരു മോഹം വീണ്ടും പൊടിതട്ടിയെടുക്കുന്നതിന് എന്നെ സഹായിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഡോക്ടർ രേണു, അതായത് നേരത്തെ വെങ്കിട്ടരാമൻ സാർ ഇവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ സിവിൽ സർവീസിൻ്റെ പരീക്ഷാ ഫലം പരിശോധിച്ചാൽ അതിൽ
എബോവ് ആവറേജ് റാങ്ക് നേടുന്നവർ, മാർക്ക് നേടുന്നവർ പോലും, അക്കാദമിക് തലത്തിൽ നേടുന്നവർ പോലും സിവിൽ സർവീസിന് യോഗ്യത നേടുന്നുണ്ട്. കേരളത്തിലാകട്ടെ പല കുട്ടികളും ഒരുപക്ഷെ 90ൽ കൂടുതൽ 90%-ലധികമൊക്കെ മാർക്ക് നേടുന്നവരാണ്. തീർച്ചയായും താങ്കൾ ഒരു ഡോക്ടറായി എന്നതിൽ നിന്ന് തന്നെ മികച്ച അക്കാഡമിക് ക്വാളിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. യഥാർത്ഥത്തിൽ അത്രമേൽ വലിയ ക്വാളിഫിക്കേഷൻ ഇല്ല എങ്കിൽ പോലും എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒന്നാണിത്. ചെറുപ്പം മുതൽ ഒരു ചിട്ടയായി പരിശീലനം വേണം എന്ന് നിർബന്ധമില്ല എന്ന് തോന്നുന്നുണ്ടോ? ഈ അടുത്ത നാളുകളിൽ കൂടുതലായും പ്രൊഫഷണൽ വിദ്യാഭ്യാസം സിദ്ധിച്ചവരാണ് സിവിൽ സർവീസിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ അതിനർത്ഥം ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് സിവിൽ സർവീസിൽ ഒരു ഹയർ എഡ്ജ് ഉണ്ട് എന്നുള്ളതല്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ മെഡിസിനോ എഞ്ചിനീയറിങ്ങോ അങ്ങനെ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതുകൊണ്ട് കേരളത്തിലെ മിടുക്കലായ വിദ്യാർത്ഥികൾ ആ മേഖലയിലേക്ക് കടന്നു പോകുന്നു. അവർ തന്നെ സിവിൽ സർവീസ് എഴുതുമ്പോൾ അവരുടെ ഒരു നിലവാരം അനുസരിച്ച് അവർക്ക് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് മാത്രമാണ്. എന്ന് കരുതി നമ്മൾ മറ്റൊരു വിഷയം, ഒരു ആർട്സ് വിഷയം പഠിക്കുന്ന ഒരു കുട്ടിയും ഒരു സിവിൽ സർവൻറ്റിൻ്റെ രീതിയിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കഴിവുകൾ, ഒരു അനലിറ്റിക്കൽ എബിലിറ്റി അതുപോലെയുള്ള ഒരു കഴിവുകളുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി എന്താണ് ബേസിക് ഗ്രാജുവേഷൻ എന്നുള്ളത് ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നില്ല. ആ രീതിയിലുള്ള ഒരു കഴിവുള്ള കുട്ടി എന്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണെങ്കിൽ കൂടിയും ഒരു ചിട്ടയായ പരിശ്രമത്തിലൂടെ സിവിൽ സർവീസ് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. റൈറ്റ്. താങ്കൾ ഈ നേട്ടം കൈവരിച്ചതിന് ശേഷം ഞാൻ വളരെ പെട്ടെന്ന് റെഫർ ചെയ്തു പോയപ്പോൾ 27 വർഷത്തെ ഒരു കാത്തിരിപ്പ്, രക്ഷിതാക്കളുടെ കാത്തിരിപ്പിന് കൂടിയാണ് ഇപ്പോൾ ഫലമുണ്ടാകുന്നത് എന്ന തരത്തിൽ അഭിപ്രായപ്പെട്ടതായി അറിയാൻ സാധിക്കുന്നു. കുടുംബവും അതോടൊപ്പം വിവാഹത്തിന് ശേഷം ഉണ്ടായ ഒരു സപ്പോർട്ടുമൊക്കെ എത്രത്തോളം ഗുണകരമായി? എൻ്റെ ഈ വിജയത്തിൽ ഏകദേശം ഒരു 70% എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ടാണ് എന്ന് തന്നെ വേണം പറയാൻ. ഞാൻ വളരെ ചെറുപ്പമായിരുന്ന സ്കൂൾ കാലഘട്ടങ്ങളിൽ തന്നെ എൻ്റെ മാതാപിതാക്കൾ സിവിൽ സർവീസുമായി എന്നെ പരിചയപ്പെടുത്താൻ കഴിയുന്നതും ശ്രമിച്ചിരുന്നു. കളക്ടർമാർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുപ്പിച്ചും അവരുമായി ഇൻറ്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയും എൻ്റെ ഉള്ളിൽ എപ്പോഴും അങ്ങനെ ഒരു മോട്ടിവേഷൻ വളർത്തിക്കൊണ്ട് വന്നിരുന്നു. പിന്നീട് ഞാൻ എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം മെഡിസിൻ പാസ്സായതിനു ശേഷം വിവാഹം കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ മുമ്പോട്ട് പഠനം വേണോ എന്നുള്ള സാധാരണ രീതിയിലുള്ള ഏതൊരു മിഡിൽ ക്ലാസ് പെൺകുട്ടിയെ പോലും ചിന്തിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡാണ് ഏറ്റവും കൂടുതൽ എന്നെ പ്രോത്സാഹിപ്പിച്ചതും മോട്ടിവേറ്റ് ചെയ്തതും. ഞാൻ എപ്പോഴൊക്കെ സ്റ്റെപ്പ് ബാക്ക് ചെയ്യാൻ ശ്രമിച്ചോ അപ്പോഴൊക്കെ എന്നെ ബൂസ്റ്റ് ചെയ്തതും ഇത് നമ്മളെ കൊണ്ട് സാധിക്കും, നമുക്ക് വേണമെന്ന രീതിയിൽ എപ്പോഴും എൻ്റെ ഒപ്പം നിന്നതും ഒരുപാട് സാക്രിഫൈസ് ചെയ്തതും. അതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി, അവിടുത്തെ അച്ഛൻ അമ്മ എല്ലാവരും തന്നെ വളരെയേറെ എന്നെ പഠിത്തത്തിന് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. ഒരു വലിയ വിഭാഗം ആൾക്കാരുടെ അല്ലെങ്കിൽ ഒരു വലിയ കുടുംബത്തിൻ്റെ സപ്പോർട്ടോടുകൂടി മാത്രം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. എൻ്റെ വിജയത്തിൽ ഈ കുടുംബത്തിൻ്റെ പങ്ക് വളരെ വളരെ വലുതാണ്. റൈറ്റ്. ഇപ്പോൾ തന്നെ, അതായത് ഡോക്ടർ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സേവന മേഖലയാണ്. ആ മേഖലയിൽ താങ്കൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി എവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം? കേരളത്തിൽ തന്നെ ജോലി നോക്കണം, ഏത് മേഖല എന്ന് ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ടോ? ഒരു ഡോക്ടർ ആവുക എന്നുള്ളതും ഒരു സിവിൽ സർവൻ്റ് ആവുക എന്നുള്ളതും തമ്മിൽ വളരെ വലിയൊരു സാമ്യമുണ്ട്. രണ്ടും ജനങ്ങളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്ന ജോലികളാണ്. എന്നാൽ ഞാൻ കണ്ടൊരു വ്യത്യാസം, ഒരു ഡോക്ടർ ആവുക എന്നുള്ളത് കൊണ്ട് നമുക്ക് സമൂഹത്തിൽ രോഗങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുമായി ഇടപഴകാനും അവർക്ക് ആശ്വാസം പകരുവാനും സാധിക്കും. പക്ഷേ ഒരു സിവിൽ സർവൻ്റ് ആകുന്നതോടെ ഒരു വലിയ ജനസമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുകയാണ്, നമ്മുടെ പ്രവർത്തന മേഖല വിപുലമാവുകയാണ്. അതാണ് ഞാനതിൽ കണ്ട ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രിഫറൻസിൽ ആദ്യം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS ആണ് വെച്ചിരിക്കുന്നത്. അതിൽ തന്നെ എൻ്റെ ജന്മനാടായ കേരളത്തിൽ തന്നെ ജോലി ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് കേരള കാഡർ തന്നെയാണ് വെച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം വളരെ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം. സിവിൽ സർവീസ് പരീക്ഷയിൽ മലയാളികൾക്ക് മികച്ച നേട്ടം. ചങ്ങനാശ്ശേരി സ്വദേശി രേണുരാജിനാണ് 2ാം റാങ്ക്, നിതീഷ് 8ാം റാങ്ക് നേടി. ഡോക്ടർ വെങ്കിട്ടരാമൻ, മലയാളികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേരള കേഡറിലേക്ക് വരുമ്പോൾ ഈ മികച്ച റാങ്കുകൾ നമ്മുടെ സംസ്ഥാനത്തിന്, സർവീസിന് എത്രത്തോളം ഗുണകരമാകാൻ സാധ്യതയുണ്ട്? വളരെ കാര്യമായിട്ട് തന്നെ അതിൻ്റെ ഗുണം വരും. ശരിക്കും പറയുകയാണെങ്കിൽ കേരളത്ത് അഡ്മിനിസ്ട്രേഷൻ നടത്തണമെങ്കിൽ ഏകദേശം 150 മുതൽ 200 ചില്ലാൻ സിവിൽ ഓഫീസേഴ്സ് വേണം, IASുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസേഴ്സ് വേണം. അതിന് നമുക്ക് ഈ IAS കാഡർ തന്നെ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ ഇപ്പോൾ ഇത്തവണയാണെങ്കിൽ 1364 പേര് 180 പേർക്കാണ് IAS കൊടുത്തത്.
കഴിഞ്ഞ തവണ എൻ്റെ ഓർമ്മ ശരിയാണ് 112 പേർക്കാണ് IAS കൊടുത്തത്. നാഷണൽ വേക്കൻസീസാണ്. അപ്പം IAS കാഡറുള്ള ഓഫീസേഴ്സ് കേരളത്തിൽ സെർവ് ചെയ്യണമെങ്കിൽ കേരളത്തിലെ കുട്ടികൾ ഈ പറഞ്ഞ 180 150 അടുക്കിയുള്ള റാങ്കിൽ വരണം. അത് പുറത്തു പോയാൽ IPS വേറെ വല്ല സർവീസായിട്ട് മാറും. അപ്പോൾ ആദ്യത്തെ 150 120 എത്ര IAS ഓഫീസേഴ്സ് വരുന്നു അവർക്ക് മാത്രമേ കേരളത്തിൽ IAS ഓഫീസേഴ്സായിട്ട് വരാൻ പറ്റുള്ളൂ. ശരിക്കും സിവിയർ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്ന സ്റ്റേറ്റാണ് കേരളത്തിൽ. പല ഓഫീസേഴ്സും IPS ആരും IAS ആരും പുറം സ്റ്റേറ്റിലുള്ള ആൾക്കാരാണ്. അത് മാറി വരണമെങ്കിൽ നമുക്ക് കൂടുതൽ IAS ഓഫീസേഴ്സിന് ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ട്രെൻഡ് സെറ്റർ വരുന്നുണ്ട്. അതാണ് ഞാൻ ഫസ്റ്റ് ലക്ഷ്യം പറഞ്ഞ 10 എത്തുക. ആദ്യത്തെ 100-ൽ 10 പേര് IAS ഓഫീസേഴ്സ് ഉണ്ടായാൽ എല്ലാവർക്കും കേരളത്തിൽ 10 പേരെ കിട്ടും. കേരളത്തിന് വേണ്ട 5 പേര്. ഇപ്പോൾ ഇത്തവണ തന്നെ നമുക്ക് 3 മേജർ ഇൻക്ലൂഡിങ് ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള അങ്ങേരടക്കം 4 പേര് റിട്ടയർ ചെയ്തിട്ടുണ്ട്. ഈ 4 പേര് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഈ IAS എന്ന് പറഞ്ഞ കാഡറിൽ ആ 4 പേര് വരണം. അപ്പോൾ IASന് സഫിഷ്യൻ നമ്പർ ഓഫ് ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ മാത്രമേ കേരളത്തെ IAS ഓഫീസേഴ്സിട്ട് വരുള്ളൂ. കേരളത്തെ IAS ഓഫീസർ നിയമിക്കുക കുറച്ച് കാഡർ സ്റ്റേറ്റ് കാഡറും കുറച്ച് ഔട്ട്സൈഡും ഉണ്ട്. ഇത് രണ്ടും മിക്സ് ചെയ്താണ് വരുന്നത്. സാധാരണ ഒരു 10 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു 5 കൊല്ലം മുമ്പ് കേരളത്തിലെ കാഡറിലെ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ട്രെൻഡ് മാറുന്നുണ്ട്. 4 പേര് 5 പേര് വെച്ച് പാസ്സാകുന്നുണ്ട്. ഇവർക്ക് ഇങ്ങോട്ട് വരികയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഡ്യൂ കോഴ്സായിട്ട് 5-6 കൊല്ലം കഴിയുമ്പോൾ സഫിഷ്യൻ നമ്പർ ഓഫ് ഓഫീസേഴ്സ് കേരള ഒറിജിനൽ ആൾക്കാർ കേരള ഓഫീസേഴ്സായിട്ട് വരുമ്പോൾ അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ കൂടുതൽ IAS ഓഫീസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമാണത്. ഡോക്ടർ രേണു, ഒരുപക്ഷെ ഈ സിവിൽ സർവീസിലെ 2ാം റാങ്കിന് ശേഷം ഇന്നലെ വരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അല്പം നിമിഷങ്ങൾ മണിക്കൂറുകൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരാളല്ലാതായി മാറുന്നുണ്ട്. പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ ഒരു ശ്രദ്ധ വരുന്നു, ദേശീയ മാധ്യമങ്ങളിലടക്കം അഭിമുഖം വരുന്നു. ആ ഒരു നിലയിൽ ഇപ്പോഴത്തെ ഒരു ഉത്തരവാദിത്തത്തെ എത്രത്തോളം ഗൗരവം കാണുന്നുണ്ട്? ഏത് രീതിയിലാണ് ഈ സന്തോഷം പങ്കുവയ്ക്കാൻ സാധിക്കുക? തീർച്ചയായും എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വലിയ സർപ്രൈസായിട്ട് വന്ന റാങ്കാണ് ഈ 2nd റാങ്ക്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ റിയാലിറ്റിയുമായി പൊരുത്തപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും എന്നിൽ വന്നു ചേർന്നിരിക്കുന്ന ഉത്തരവാദിത്വം എത്രത്തോളം വലുതാണെന്ന് ഞാൻ തീർച്ചയായും മനസ്സിലാക്കുന്നു. അതിൻ്റെ യാഥാർത്ഥ്യങ്ങളും റിസ്കുകളും യഥാരീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ തീർച്ചയായും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. റൈറ്റ്. ഒപ്പം പുതുതായി തയ്യാറെടുക്കുന്നവരോട് ഏറ്റവും ഒടുവിൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഈ രംഗത്തേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നവരോട് ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഏതൊരു സാധാരണക്കാരനും ഒരു കഠിന പ്രയത്നത്തിലൂടെയും തുടർച്ചയായ ഒരു പരിശ്രമത്തിലൂടെയും കടന്നു വരാൻ സാധിക്കുന്ന ഒരു മേഖല തന്നെയാണ് സിവിൽ സർവീസ്. എന്ന് മാത്രമല്ല, സാധാരണക്കാരും മിഡിൽ ക്ലാസ്സുമായ ആൾക്കാർ ഈ മേഖലയിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ ഈ മേഖല കൂടുതൽ ജനകീയമായി തീരുകയുള്ളൂ. അതേപോലെ തന്നെ പെൺകുട്ടികളും സ്ത്രീകളും കൂടുതലായി ഇതിലേക്ക് കടന്നു വരണം എന്ന് മാത്രമല്ല, ഈ സിവിൽ സർവീസ് മേഖലയിലാണെങ്കിൽ പോലും വിവാഹിതരായ പെൺകുട്ടികൾ ഈ മത്സര പരീക്ഷ എഴുതുന്നത് വളരെ കുറവായാണ് ഞാൻ കണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് ആർക്കും അപ്രാപ്യമായ ഒരു മേഖലയല്ല. ആരായാലും തുടർച്ചയായ പരിശ്രമത്തിലൂടെ ഇതിലേക്ക് കടന്നു വരാൻ സാധിക്കും. അതിന് എല്ലാവർക്കും ഇതൊരു പ്രചോദനമാകണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. റൈറ്റ്. സിവിൽ സർവീസ് പരീക്ഷയിൽ 2ാം റാങ്ക് നേടുന്നു എന്നുള്ളത് തന്നെ മലയാളികൾക്കേറെ അഭിമാനകരമാണ്. നാളെ കർമ്മപഥത്തിലും താങ്കൾക്ക് ശോഭിക്കാൻ കഴിയട്ടെ. ഞങ്ങൾക്കെല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും നാളെ അഭിമാനമായി മാറട്ടെ. ഒരിക്കൽ കൂടി TV ന്യൂവിൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം ഡോക്ടർ വെങ്കിട്ടരാമൻ, ഡോക്ടർ TP സേതുമാധവൻ എന്നിവർ വളരെ കൃത്യമായ അവലോകനവും ഏത് രീതിയിലാണ് ഈ മാർഗത്തെ മറികടക്കേണ്ടത് എന്ന കൃത്യമായ നിർദ്ദേശവുമാണ് നൽകിയത്. അതിഥികൾക്ക് ഒരിക്കൽ കൂടി നന്ദി. ഒരു ഇടവേള കൂടി.